ഹലോ ഫ്രണ്ട്സ്, PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സെറ്റിൻ്റെ ഫൈനൽ റിവിഷനിലായിരിക്കും. സോ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വേൾഡ് ഫുട്ബോൾ ഡേ. എന്തായാലും സെറ്റിന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഡേ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ് വേൾഡ് ഫുട്ബോൾ ഡേ? എന്താണ് വേൾഡ് ഫുട്ബോൾ ഡേ? അത് 25th മെയ് ആണ്. എന്താണ് 25th മെയ്? അപ്പോൾ മെയ് 25th ആണ് വേൾഡ് ഫുട്ബോൾ ഡേ. ഇനി 7th ഏപ്രിലാണ് വേൾഡ് ഹെൽത്ത് ഡേ. എന്താണ് വേൾഡ് ഹെൽത്ത് ഡേ? 7th ഏപ്രിലാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാം മാർച്ച് 22. മാർച്ച് 22 ആണ് വേൾഡ് വാട്ടർ ഡേ. എന്താണ് വേൾഡ് വാട്ടർ ഡേ? ജലദിനാണ്. ഇനി 21 ചോദിക്കുകയാണെങ്കിലോ, അത് ഫോറസ്റ്റ് ഡേ ആണ്. ഫോറസ്റ്റ് ഡേ 21. 22 ഏതാണ്? വാട്ടർ ഡേ. ഓക്കെ അല്ലേ? അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ജൂൺ 21 ആണ്. ഈ ജൂൺ 21 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ജൂൺ 21? യെസ്, അത് യോഗ ഡേ ആണ് അല്ലേ? ഇൻ്റർനാഷണൽ യോഗ ഡേ ആണ് ജൂൺ 21. ഇനി നമുക്ക് അറിയുന്ന ഒരു ദിവസമാണ് ജൂൺ 5. ഈ ജൂൺ 5 ആണ് എന്താ? വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ, ലോക പരിസ്ഥിതി ദിനം. അതെന്നാണ്? ജൂൺ 5 ആണ്. ഓക്കെ, ഇനി ജൂൺ 5 പോലെ തന്നെയുള്ളതാണ് സെപ്റ്റംബർ 5. ഓക്കെ, സെപ്റ്റംബർ 5 എന്താണ്? യെസ്, അത് ടീച്ചേഴ്സ് ഡേ ആണ്. എന്താണ്? ടീച്ചേഴ്സ് ഡേ. ഈ ടീച്ചേഴ്സ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അതാരാണ്? യെസ്, അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? അദ്ദേഹമാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ. അപ്പോൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ സെപ്റ്റംബർ 5 ടീച്ചേഴ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ഇനി യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്ന ഇയർ ചോദിക്കുകയാണെങ്കിലോ, അത് 1948-49 ആണ്. 48-49. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ്? അത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. അതിന് പറയുന്ന വേറൊരു പേരാണ് എന്ത്? രാധാകൃഷ്ണൻ കമ്മീഷൻ. കാരണം എന്താണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ചെയർമാൻ. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് ഹാസ് ബീൻ നിക് നെയിംഡ് ആസ് ബ്ലൂ ഡെത്ത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ബ്ലൂ ഡെത്ത് എന്ന് പറയുന്നത്? അത് കോളറയാണ്. ഏതാണ്? കോളറ. അപ്പോൾ കോളറയാണ് ബ്ലൂ ഡെത്ത് എന്ന് പറയുന്നത്. ബ്ലൂ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കോളറയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളറ ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്? നമ്മളിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും, നിർജ്ജലീകരണം സംഭവിച്ച് സ്കിൻ എന്താണ്? ഒരു ബ്ലൂയിഷ് കളറായിട്ട് മാറുക. അങ്ങനെയാണ് ഡെത്ത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ബ്ലൂ ഡെത്ത് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ബ്ലാക്ക് ഡെത്ത്. പ്ലേഗ് ആണ് ബ്ലാക്ക് ഡെത്ത്. എന്താണ്? ബ്ലാക്ക് ഡെത്ത് ആണ് പ്ലേഗ്. ഓക്കെ അല്ലേ? അപ്പോൾ ബ്ലൂ ഡെത്ത് ചോദിക്കുകയാണെങ്കിൽ കോളറ, ബ്ലാക്ക് ഡെത്ത് ചോദിച്ചാലോ അത് പ്ലേഗ് ആണ്. ഇനി വൈറ്റ് ഡെത്ത് ചോദിക്കുകയാണെങ്കിൽ അത് ട്യൂബർകുലോസിസ് ആണ്. എന്താണ്? ട്യൂബർകുലോസിസ്, അതായത് ക്ഷയരോഗം എന്ന് പറയുന്നത്. ഓക്കെ, TB. ഓക്കെ, ഇനി എയ്ഡ്സിൻ്റെ ഫുൾ ഫോം എന്താ? യെസ്, അക്വയേർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കണം. സോ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ഓക്കെ, സോ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ് ക്ലാസിക്കൽ ഡാൻസ് ഫോം. അപ്പോൾ ഈ ക്ലാസിക്കൽ ഡാൻസ് ഫോം അതുപോലെ ഫോക്ക് ഡാൻസ് ഫോം ഇതൊക്കെ സെറ്റിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് പഠിക്കാം. ഇതൊക്കെയാണ് ഗിദ്ദ അല്ലേ? ഗിദ്ദ എവിടെയാണ്? ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലെത്താൻ എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് പഠിക്കാം. ഓക്കെ, ക്ലാസിക്കൽ ഡാൻസ് ഫോം ഓഫ് ഗുജറാത്ത് ആണ് അല്ലേ ചോദിച്ചിട്ടുള്ളത്? ഗുജറാത്തിൻ്റെ ക്ലാസിക്കൽ ഡാൻസ് ഫോം ആണ് ഗർബ. എന്താണ്? ഗർബ. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഗൂമർ പഠിക്കാം. ഗൂമർ എവിടത്തെയാണ്? അത് രാജസ്ഥാനിലാണ്. എവിടത്തെയാണ്? രാജസ്ഥാൻ. ഗർബ എവിടെയാണ്? അത് ഗുജറാത്താണ്. ലാവ്നി എവിടെയാണ്? ലാവ്നി മഹാരാഷ്ട്രയാണ്. അപ്പോൾ ലാവ്നി മഹാരാഷ്ട്ര, ഗർഭ ഗുജറാത്ത്, ഗൂമർ രാജസ്ഥാൻ. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ദ ടോൾ ഫ്രീ ചൈൽഡ് ലൈൻ നമ്പർ ടു ഹെൽപ്പ് ചിൽഡ്രൻ ഇൻ ഡിസ്ട്രസ്. അപ്പം എന്താണ് ടോൾ ഫ്രീ ചൈൽഡ് നമ്പർ അല്ലേ? ഇത് നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പഠിച്ചതാണ്. 1098. എന്താണ്? 1098. അപ്പോൾ 1098 ആണ് ടോൾ ഫ്രീ ചൈൽഡ് ലൈൻ നമ്പർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും സെറ്റ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിച്ച് അടിപൊളിയായിട്ട് സെറ്റൊക്കെ ക്രാക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.